ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC +2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്, തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. വടക്കാഞ്ചേരി മാരാത്തകുന്ന് റെയിൽവേ ഗേറ്റിന് സമീപം അപകടാവസ്ഥയിൽ നിൽക്കുന്ന മദ്രാസി മരങ്ങൾ വാഹനയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കടുത്ത ഭീഷണിയാകുന്നു. ഏതു നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലാണ് നിലവിൽ ഈ മരമുള്ളത്. ഒട്ടും ബലമില്ലാത്ത ഈ മരത്തിൻ്റെ വലിയ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് വലിയൊരു ദുരന്തം ഇവിടെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന സ്ഥിതിയിലാണ്. മഴക്കാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ പൊട്ടിവീണ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ മാരാത്തുകുന്നിലും അത്തരമൊരു അപകടമുണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികളും യാത്രക്കാരും. വാഴാനി ഡാം, തെക്കുംകര, മണ്ണുത്തി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. തൃശൂരിലേക്ക് ഗതാഗതക്കുരുക്കില്ലാതെ എത്തിച്ചേരാൻ സാധിക്കും എന്നതിനാൽ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ വഴി ഉപയോഗിക്കുന്നത്. റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്ന സമയങ്ങളിൽ വലിയ വാഹനനിരയാണ് ഇവിടെ രൂപപ്പെടാറ്. ഗേറ്റ് തുറക്കുന്നതുവരെ അപകട ഭീഷണി ഉയർത്തുന്ന ഈ മരങ്ങൾക്ക് താഴെയാണ് ഭൂരിഭാഗം വാഹനങ്ങളും നിർത്തിയിടാറുള്ളത്. ഈ സമയത്തെങ്ങാനും ശക്തമായ മഴയോ കാറ്റോ ഉണ്ടായാൽ അത് വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പൊതുജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഈ അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നും വടക്കാഞ്ചേരി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അകമല ഡിവിഷൻ കൗൺസിലറുമായ KP മദനൻ ആവശ്യപ്പെട്ടു. നമ്മുടെ മാരാത്തൂന്ന് ഈ റെയിൽവേ ഗേറ്റ് 24 മണിക്കൂറിൽ 20 മണിക്കൂറും അടഞ്ഞു കിടക്കുകയാണ്. ഒരു ദിവസം 10,000 കണക്കിന് യാത്രക്കാരാണ് ഇതിൽ ഗേറ്റ് വഴി കടന്നു പോകുന്നത്. ഇവിടെ ഗേറ്റ് അടഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ സ്കൂൾ കുട്ടികൾ, സ്കൂൾ വാഹനം ഉൾപ്പെടെയുള്ള വണ്ടികൾ ഇവിടെ മണിക്കൂറുകളോളം ഇവിടെ നിൽക്കേണ്ട സാഹചര്യമാണ്. നമ്മളുടെ ഇതിവിടെ കാണുന്ന മരങ്ങൾ, ഇപ്പോൾ ഈ മദ്രാസ് ഈത്തപ്പ പോലുള്ള മരങ്ങൾ 10-40 വർഷത്തിലധികം പഴക്കമുള്ള മരങ്ങളാണ്. ഈ മരങ്ങളുടെ കൊമ്പ് മുറിച്ച് ഇതിൻ്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് റെയിൽവേയോട് നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഈ മരം മുറിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത റെയിൽവേ ബന്ധപ്പെട്ട അധികാരികൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ നാട്ടിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള ഈ മരം ഇത്ര വർഷമായിട്ട് അതിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ പൂതിലിച്ച് ആ കൊമ്പുകളൊക്കെ വീഴാറായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായൊരു പരിഹാരം റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നാണ്. അടിയന്തരമായിട്ട് ഈ മരങ്ങൾ ഇവിടെ മുറിച്ചു മാറുന്ന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ബന്ധപ്പെട്ട റെയിൽവേക്കാരോട് ഞങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു നടപടി ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്ത് വീഴാറായ ഈ മരത്തിൻ്റെ കൊമ്പുകൾ കുട്ടികളുടെയും യാത്രക്കാരുടെയും ഒക്കെ ജീവൻ, അവരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഇത് മുറിച്ചു മാറ്റാൻ ബന്ധപ്പെട്ട റെയിൽവേ അധികാരികൾ തയ്യാറാവണം. അതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി എല്ലാ സഹായവും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. You are watching VCV News.